Bridget, I love you. Me too. Me too. നിലവിൽ ലഭിക്കുന്ന ഒരു സൂചനകൾ ആ രീതിയിൽ തന്നെയാണ്. ഒരു അവസാന ഒരു ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് കൊച്ചിയിൽ തന്നെയായിരുന്നു, തന്നെ പാലാരിവട്ടത്തായിരുന്നു. സിദ്ദിഖിനായി വ്യാപക തെരച്ചിൽ, അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു തുടങ്ങിയ വാർത്തകൾ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, മലയാള സിനിമയിലെ നട്ടലുള്ള നല്ല ആമ്പിള്ളേര്, നല്ല നടന്മാർ എത്ര പേരുണ്ടെന്നുള്ളൊരു കാര്യമായിരുന്നു. നടൻ നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം വന്നേക്കുന്ന സമയത്ത് അന്ന് തന്നെ മാധ്യമങ്ങളെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് അന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെ ഞാൻ ഓർക്കാണ്. ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. ഞാനിവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. അന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിനു വേണ്ടി ഏത് അറ്റം വരെ ഞാൻ പോവും, ഇത് തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ വീണ്ടും പറയുന്നത്, ഇത് തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്. സാധാരണ ഏതൊരു കേസ് വരുന്ന സമയത്തും കേസ് തെളിയിക്കുക എന്ന് പറയുന്നത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ബലാത്സംഗം പോലുള്ള കേസുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസ് തെളിയിക്കുക എന്ന് പറയുന്നത് പ്രതിഭാഗത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതായത് പ്രതി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരോപിതനായിട്ടുള്ള വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ഈ കേസ് തെളിയിക്കുക എന്നത്. അവിടെയാണ് നിവിൻ പോളി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. നിവിൻ പോളിക്ക് കൃത്യമായിട്ട് തെളിയിക്കാനായിട്ട് പറ്റി, ഞാൻ ഈ കേസിനകത്ത് അകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വിത്ത് പ്രൂഫ് സഹിതം കാണിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് നിവിൻ പോളി രക്ഷപ്പെട്ടതും സിദ്ദിഖ് അകത്ത് പോകുന്നതും. ലൈംഗിക പീഡന ആരോപണത്തിൽ നടൻ നിവിൻ പോളി പാസ്പോർട്ടിന്റെ പകർപ്പ് DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും കൈമാറി. പരാതിക്കാരി പറയുന്ന ദിവസങ്ങളിൽ താൻ വിദേശത്ത് അല്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖയാണ് കൈമാറിയത്. ഇന്ന് നടൻ സിദ്ദിഖിനെതിരെ ജാമ്യാപേക്ഷ തള്ളി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്ന സമയത്ത് സിദ്ദിഖ് ഒളിവിലാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. തെറ്റ് ചെയ്യാത്ത ഒരാള് ഒളിവിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ വളരെ വിനീതമായൊരു സംശയം എന്ന് പറയുന്നത്. തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ ഒളിവിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹത്തിന് നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കാം. മാധ്യമങ്ങളോടാണെന്നുണ്ടെങ്കിലും പോലീസിനോടാണെങ്കിലും സഹകരിക്കാം. അങ്ങനെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് സിദ്ദിഖിന് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് സിദ്ദിഖ് ചെയ്തേക്കുന്നത് തെറ്റാണോ, സിദ്ദിഖ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കോടതി തന്നെ തീരുമാനിക്കുമെന്ന് പറയുന്ന സമയത്തും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന വാർത്തകൾ കാണുന്ന സമയത്ത് സിദ്ദിഖ് കുടുങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 2016 ഒരു സ്ത്രീയെ, ഒരു നടിയെ, ഒരു യുവ നടിയെ അവസരം നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി ട്രിവാൻഡ്രത്തുള്ള മസ്കറ്റ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ മുറിയിൽ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതിയുടെ പുറത്താണ് സിദ്ദിഖിനെതിരെ നിയമ നടപടികൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ 2017 മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തും 2024 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ ഒരു സ്ത്രീ വന്ന് മുന്നോട്ടേക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തൻ്റെ ഒരു അവസ്ഥ മുന്നോട്ടേക്ക് പറയുന്ന സമയത്തും പലതരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു അവർക്കെതിരെ ഉണ്ടായിരുന്നത്. കാരണം ഈ സ്ത്രീയെ കുറിച്ചുള്ള ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവരിങ്ങനെയുള്ള സ്ത്രീയാണ്, ഇവരിങ്ങനെ പോകാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ത്രീയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് രംഗത്തേക്ക് വന്നേക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചായിരുന്നു. സാധാരണ ഏതൊരു കേസ് നടത്തുന്ന സമയത്തും ആ കേസ് തെളിയിക്കുക എന്ന് പറയുന്നത് വാദിഭാഗത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതായത് ഇപ്പോൾ ഒരു കൊലക്കേസാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമം അല്ലെങ്കിൽ മറ്റെന്ത് കേസാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കേസിന്റെ സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ കണ്ടെത്താനായിട്ട് പോലീസും അതിനൊപ്പം തന്നെ ഈ പറയുന്ന വാദിഭാഗം അതിന്റെ കൂടെ നിന്നുകൊണ്ട് കേസുകൾ തെളിയിക്കുക എന്നുള്ളൊരു കാര്യമാണ് സാധാരണയായിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ബലാത്സംഗ കേസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസ് തെളിയിക്കുക എന്ന് പറയുന്നത് പ്രതിഭാഗത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ആരോപണം നേരിടേണ്ടി വന്നേക്കുന്ന ആ ഒരു വ്യക്തി തെളിയിക്കേണ്ടതാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള കേസുകളെ പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നിവിൻ പോളിക്കെതിരെ വന്നേക്കുന്ന ഒരു കേസിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ ഒരു ആരോപണം നടത്തി ദുബായിൽ വെച്ച് ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് വന്നേക്കുന്ന ദിവസങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിവിൻ പോളിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അദ്ദേഹത്തിൻ്റെ സിനിമാ സെറ്റിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരടക്കം മുന്നോട്ടേക്ക് വന്നിരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതായത് നിവിൻ ഈ പറയുന്ന ദിവസങ്ങളിൽ ഈ സാഹചര്യം ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തോ സമയങ്ങളിലോ ഇന്ത്യ വിട്ട് പോയിട്ടില്ല, ആ ഒരു സ്ഥലത്ത് നിവിൻ പോളി ഉണ്ടായിട്ടില്ല. പകരം കൊച്ചിയിൽ തന്നെയായിരുന്നു അന്ന് നിവിൻ പോളി ഉണ്ടായത്, അദ്ദേഹത്തിന്റെ സിനിമാ സെറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ അന്ന് നിവിൻ പോളിക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചായിരുന്നു. ഇതിനെ തുടർന്ന് നിവിൻ പോളി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് മറ്റൊക്കെ പോലീസിന് കൈമാറുകയും പോലീസുമായിട്ട് സഹകരിക്കുകയും ഒടുവിൽ നാട്ടുകാർക്ക്, അതായത് കാണുന്ന പ്രേക്ഷകർക്കടക്കം നിവിൻ പോളിയോടുള്ള ഒരു സിമ്പതി, നിവിൻ പോളി ഇത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല, നിവിൻ പോളിയോടുള്ള ഒരു വിശ്വാസ്യത കൂടുന്ന ഒരു തരത്തിൽ തന്നെയായിരുന്നു അന്നത്തെ ആ ഒരു കേസിന്റെ ഒരു നീക്ക് പോകുമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ സിദ്ദിഖിന്റെ ഒരു കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിദ്ദിഖിനെതിരെ ഒരു ആരോപണം വന്നേക്കുന്ന സമയത്ത്
ആ ഒരു ആരോപണം കേസായി മാറിയിരിക്കുന്ന സമയത്ത് കേസിന്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി അയാൾക്കെതിരെ വന്നേക്കുന്ന ആരോപണം തെറ്റാണെന്ന് കാണിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ യുവതി അവർക്ക് 21 വയസ്സുള്ള സമയത്ത് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന 1-2 സ്റ്റേറ്റ്മെന്റുകളാണ് സിദ്ദിഖിനെ ശരിക്കും കുടുക്കിയത് എന്നുള്ളൊരു കാര്യം വേണം പറയാനായിട്ട്. ഈ ലൈംഗിക അതിക്രമം നടന്നിരിക്കുന്ന ദിവസം സിദ്ദിഖ് അന്ന് ട്രിവാൻഡ്രത്തുള്ള മസ്കറ്റ് ഹോട്ടൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവർ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസ് വെരിഫൈ ചെയ്യുന്ന സമയത്ത്, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന സമയത്ത് മസ്കറ്റ് ഹോട്ടലിൽ ഈ പറയുന്ന ദിവസം സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് അവരവിടെ താമസിച്ചായിരുന്ന റൂമിനെ കുറിച്ചും കൃത്യമായിട്ട് വിശദീകരിക്കുന്ന സമയത്തും റൂമിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ കാണാമെന്നുള്ളൊരു കാര്യം ഈ ഒരു സ്ത്രീ കൃത്യമായിട്ട് പറയുന്ന സമയത്തും ആ ഒരു സാഹചര്യ തെളിവിന്റെ ഒരു അടിസ്ഥാനം പരിശോധിക്കുന്ന സമയത്തും പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മസ്കറ്റ് ഹോട്ടലിലുള്ള ഇന്ന മുറിയിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം നടന്നേക്കുന്നുള്ളൊരു കാര്യം പോലീസിനെ കൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അന്ന് സിദ്ദിഖ് കഴിച്ചേക്കുന്ന ഭക്ഷണം, സിദ്ദിഖ് അവർക്ക് കൊടുത്തേക്കുന്ന ഭക്ഷണം അടക്കം അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഈ സ്ത്രീ അന്നേ തന്നെ പുറത്തുവിട്ടായിരുന്നു. അന്ന് ചോറും തൈരും മീൻ കറിയുമായിരുന്നു ഇവർക്ക് കൊടുത്തായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് അന്വേഷിക്കുന്ന സമയത്തും ഇദ്ദേഹത്തിനെതിരെ തന്നെയാണ് തെളിവുകളെല്ലാം നിൽക്കുന്നതെന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസിനെ കൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് ഈ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ഇവരുടെ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ ഈ സ്ത്രീക്ക് നടന്നിരുന്ന ഈ ഒരു അതിക്രമം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ ഫ്രണ്ടിനോട്, ഇവരുടെ സുഹൃത്തിനോട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സാഹചര്യ തെളിവുകളുടെ ഒപ്പം തന്നെ മറ്റ് സാക്ഷികളുടെ കൂടി മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖിനെതിരെയുള്ള ഈ ഒരു ജാമ്യാപേക്ഷ കോടതി തള്ളിയേക്കുന്നത്. വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു കേസ് തള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിന് ഒരു കഴമ്പുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നിവിൻ പോളിക്കെതിരെയുള്ള കേസിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഈ റിപ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ന്യൂസിനകത്ത് തന്നെ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം പിടികിട്ടും. യുവതി 1 മാസം മുൻപ് നൽകിയ പരാതിയിൽ പീഡനാരോപണമില്ല, പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് സിദ്ദിഖിന്റെ ഒരു കേസിലോട്ട് വരുന്ന സമയത്ത് സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം ഈ ഒരു സ്ത്രീയോട് ചെയ്തു എന്ന് കാണിക്കുന്ന തരത്തിൽ, ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും പോലീസ് കണ്ടെത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, സിദ്ദിഖ് എന്തിനാണ് ഒളിവിൽ പോയത് എന്നുള്ളൊരു കാര്യമാണ്. ഇത്രയും സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ശരിയുണ്ടെന്നുണ്ടെങ്കിൽ, അദ്ദേഹം വാദിക്കുകയാണ് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് വാദിക്കുന്നതെന്നുണ്ടെങ്കിൽ, അദ്ദേഹം എന്തിനാണ് ഒളിവിൽ പോയതെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് എല്ലാവരും ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഈ തൊട്ടടുത്ത് വന്നേക്കുന്ന കുറച്ച് നാൾ മുമ്പ് വന്നേക്കുന്ന ഒരു കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നടൻ ആൻഡ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള വിജയ് ബാബുവിനെതിരെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ആരോപണമായിട്ടൊരു നടി മുന്നോട്ടേക്ക് വന്നായിരുന്നു. അവരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്നൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ആ ഒരു സ്ത്രീ മുന്നോട്ടേക്ക് വന്നിരുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു പഠനം, ഒരു അന്വേഷണം നടത്തുന്ന സമയത്ത് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ തമ്മിൽ നടത്തിയിരിക്കുന്ന ഒരു ചാറ്റിനകത്ത് ഈ സ്ത്രീയും ഇവരുമായിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നെന്നും കൺസെന്റ് എന്ന് പറയുന്ന സംഭവം, അതായത് രണ്ടുപേരുടെ ഇടയിൽ പരസ്പര സമ്മതത്തോട് കൂടിയിട്ടാണ് പല കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള രീതിക്കുള്ളൊരു കണ്ടെത്തലായിരുന്നു പോലീസിനെ കൊണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയായിരുന്നു. ആ ഒരു കേസ് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വിത്തൗട്ട് എ കൺസെന്റ്, ഒരു കൺസെന്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം തെളിയിക്കാനായിട്ട് സിദ്ദിഖിനോട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു അതിക്രമം തന്നെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അധികം വൈകാണ്ട് സിദ്ദിഖിനെ പിടിക്കും, അതെന്തായാലും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പോലീസ് കണ്ടുപിടിക്കാനായിട്ട് തുനിഞ്ഞിറക്കി കഴിഞ്ഞാൽ എന്തായാലും കണ്ടുപിടിക്കും. നിലവിൽ ലഭിക്കുന്ന ഒരു സൂചനകൾ ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇതിൽ ഇന്ന് പോലീസ് പരിശോധിക്കുമ്പോൾ ഇതിൽ ഒരു അവസാന ഒരു ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് കൊച്ചിയിൽ തന്നെയായിരുന്നു, തന്നെ പാലാരിവട്ടത്തായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു വിവരങ്ങൾ അത് അങ്ങനെ തന്നെയാണ്. അതായത് കൊച്ചി വിട്ട് പോയിട്ടില്ല എന്നൊരു സൂചനകളിലേക്ക് തന്നെ പോലീസ് വ്യക്തമായി ടവർ ലൊക്കേഷൻ നോക്കി മനസ്സിലാക്കിയിരുന്നു. അത് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ഈ ഒരു കേസ് നടക്കുന്നുള്ളൊരു കാര്യം നമുക്ക് അറിയില്ല. കാരണം വളരെ പ്രബലനായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ 10-38 വർഷത്തോളം ഏറ്റവും മികച്ച നടനായിട്ട് നിന്നേക്കുന്ന ഒരു നടൻ എന്ന് പറയുന്ന സമയത്ത് സമൂഹത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞേക്കുന്ന കോടതി തന്നെ സ്റ്റേറ്റ് ചെയ്തേക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കേസ് എത്രത്തോളം നീണ്ടു നിൽക്കും, എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സുപ്രീം കോടതിയെ പോയി ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഒരു ജാമ്യാപേക്ഷയുമായിട്ട് സുപ്രീം കോടതിയുടെ അടുത്ത് പോയാൽ പോലും ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. കാരണം കേസ് അത്രയും സ്ട്രോങ് ആണെന്നുള്ളൊരു കാര്യം തന്നെയാണ് കോടതിയുടെ വെരിഫിക്കേഷനിൽ നിന്നും കോടതി പഠിച്ചേക്കുന്ന ഒരു പഠനത്തിൽ നിന്നും കോടതി തന്നെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ മലയാള സിനിമയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണുന്ന സമയത്ത് മലയാള സിനിമയിലുള്ള എല്ലാ നടന്മാരും മോശക്കാരാണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. കാരണം പല നടന്മാർക്കെതിരെ ആരോപണം വന്നേക്കുന്ന സമയത്തും അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ കൺസെന്റിന്റെ കേസൊക്കെ അവിടെ ബാക്കി നിൽക്കുന്ന സമയത്തും എല്ലാവരും മോശക്കാരാണെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ മലയാള സിനിമയിൽ നല്ല നടന്മാർ സിനിമയിലും അതേപോലെ തന്നെ ജീവിതത്തിലും നല്ല നടന്മാരായിട്ട് മാറിയിരിക്കുന്ന സിദ്ദിഖിനെ പോലെയുള്ള ചില ആൾക്കാരെ കാണുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ വഴിതെറ്റിയൊരു റൂട്ടിലൂടെ ഇത്രയും വലിയൊരു പ്രബലനായിട്ടുള്ള ഇത്രയും കഴിവുള്ളൊരു നടൻ പോയത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഒരു കാഴ്ചക്കാരൻ, ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിക്ക് ഞാൻ തന്നെ സ്വയം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.